നല്ല ചവിട്ടുന്നുണ്ട ഗൈസ് നിങ്ങൾ. ഇതാ എൻ്റെ അമ്മേ ചവിട്ടി കൂട്ടിയെന്നെ. ഇതാ 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 അമ്മേ കരിഞ്ഞു ഗൈസ്, നമ്മളെ ചപ്പാത്തി കരിഞ്ഞു. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. 1.5 മണിക്കൂറായിട്ടായി ഞാനിങ്ങനെ ഈ ചവിട്ട് കൊള്ളുന്നു. ഹലോ ഗായ്സ്, പോയി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ദൈവമേ വിളിച്ചൊന്നുമില്ലല്ലോ, ഞാൻ ചെയ്യുന്നൊന്നും കാണുന്നില്ല നിങ്ങൾ. ടിങ്ക് ടിങ്ക് ടിങ്. ഞാൻ ചപ്പാത്തി ആക്കാൻ പോയിരുന്നു ഗൈസ്. വേറൊരു സ്പെഷ്യൽ കൂടിയുണ്ട്, അതുകൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ നൈറ്റ് എന്താ പരിപാടി എന്നാണ് ഞാൻ തമിഴിൽ കൊടുത്തത്. ഇതാണ് എൻ്റെ നൈറ്റ് ഡ്യൂട്ടി. നമുക്കപ്പോൾ ചപ്പാത്തി ചുടാം. റേഷൻ പീടികയിലെ ആട്ട ഉപയോഗിച്ച് അടിപൊളി സോഫ്റ്റ് ചപ്പാത്തി ഞാൻ ആക്കിയെടുക്കുന്നു. നിങ്ങൾക്കും കാണാം. എൻ്റെ കോലം കണ്ടിട്ട് ഞെട്ടേണ്ട ഗൈസ്. കുളിക്കാൻ പോകുന്ന കുളിച്ചിനില്ല, എണ്ണയൊക്കെ തേച്ചു. എന്നാ കുളിക്കാൻ പോകുന്ന നമ്മൾ ചപ്പാത്തി ആക്കാൻ കഴിച്ചു. കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ടോ ഗൈസ്? ഇല്ല അല്ലേ? അത്രയ്ക്ക് ആക്കി കഴിഞ്ഞിട്ട് സംഭവം കാണിച്ചു തരാം. അടിപൊളി ചപ്പാത്തി മേക്കറാണ് ഗൈസ് ഞാൻ. ചപ്പാത്തിക്ക് കൂട്ടാൻ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം. അതെല്ലാം ഞാൻ കാണിച്ചു തരും. ഇല്ലേ, ചപ്പാത്തിൻ്റെ ഒരു കാല് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അല്ല ചപ്പാത്തിൻ്റെ എന്ന് പറയുന്നത്. മറ്റേ ചപ്പാത്തി കോലില്ലേ, ഇതെങ്ങനെ ഇതിൻ്റെ ട്രൈപ്പോണം വെക്കുന്നില്ല. അപ്പം എന്ത് കഷ്ടം നോക്കിയിട്ട് സംസാരിക്കാൻ. കോലില്ലേ, കോല് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒച്ചേട്ടാ. ഒച്ച ഇഗ്നോർ ചെയ്തേക്ക്. ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന വേണ്ടിയിട്ട് ചെയ്യാണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ടോ നോക്കുന്നത്. അപ്പുറത്തെ എൻ്റെ ചേച്ചി ഇപ്പോൾ കമൻറ്റ് പറയും, ഇവിടെ നിന്നാ സംസാരിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ എൻ്റെ അറിയൊന്നും കാണുന്നില്ല. അപ്പം ഇത് നിൽക്കുന്നില്ല. വെയിറ്റ് ഞാനൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ. വാവ് ആയി. ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ പക്ഷേ ഈ സാധനയ്ക്ക് സത്യം ട്രൈപ്പോഡ് ഇപ്പോഴും അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം വരും. എന്നിട്ട് ദിവസമാക്കി നോക്കട്ടെ. കണ്ട ഇപ്പോൾ ഓക്കെ അല്ലേ? അതല്ല ടൈറ്റാക്കാൻ ചപ്പാത്തി മേക്കിംഗ് വെരി ഈസി. മറ്റേ റേഷൻ വീട്ടിൽ ആട്ടിയില്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തിയാക്കാൻ. മറ്റേ ആട്ട തീർന്നു. ദാരിദ്ര്യം പറയാൻ ഞാൻ ചെയ്തിട്ടുണ്ടോ അല്ലേ? ദാരിദ്ര്യം ഒന്നും ചപ്പാത്തി കറി ആയിപ്പോ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാൻ രാത്രി എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഒന്നും വെറുതെ നിൽക്കണമെന്നല്ല. ഈ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് പണിയൊന്നുമില്ല. എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു. ചപ്പാത്തി ആക്കിയതാണ്. മുട്ടത്തോട് കണ്ടിട്ട് ഞെട്ടണ്ട കൈസാര കണ്ണന്. മുട്ടത്തോട് വളത്തിന് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നതാ, ചെടിയുടെ വളം. ചപ്പാത്തി കരിഞ്ഞു ഗൈസ്, നമ്മളെ ചപ്പാത്തി കരിഞ്ഞു. നിങ്ങളോട് വർത്താനം പറഞ്ഞാ കരിഞ്ഞത്. അപ്പൊ ചപ്പാത്തി നമ്മൾ പുരോഗമിക്കുകയാണ്. കുറച്ചും കൂടി ഞാട്ടാണുള്ളൂ. 5 ഇവിടെ ബാക്കിയുണ്ട്. സ്പെഷ്യൽ കറി കൂട്ടിട്ടു. അതെന്താ കറി? എൻ്റെ ഫേവറേറ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മടങ്ങി വെച്ചിട്ട് അല്ല നിങ്ങൾ നിങ്ങൾക്ക് കാണാം കേട്ടാ. ഞാനിങ്ങനെ നിൽക്കുന്നത് നോക്കിച്ചൂടെ? മൈക്കില്ലാതുകൊണ്ട് എത്രമാത്രം സൗണ്ട് ഉണ്ടാകുന്നൊന്നും അറിയില്ല. ഞാൻ അപ്പുറം കൂടെ നോക്കുന്നുണ്ടോ നോക്കും. ചപ്പാത്തി ചപ്പാത്തി അപ്പോൾ ചപ്പാത്തി ആക്കിയിട്ട് കാണാം. ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ആകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നോക്കിക്കോളി. സാവി അമ്മയുടെ കയ്യിലാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ഉരുട്ടുന്നത്. എൻ്റെ അമ്മ അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ പണിയെടുക്കാൻ പ്രശ്നമുണ്ട്. ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ചൂടാ.
മസാല ഇട്ട് വർത്തനം പറഞ്ഞ ചുട്ട വേഗം ആവും. ഇതിന്റെ മുകളിൽ തന്നെ വെക്കുമോ ഞാൻ കേട്ടോ, പറ്റി പിടിക്കൊന്നുമില്ല. ട്രിക്കാണ്, ട്രിക്ക്. കുളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മളെല്ലാം എന്താ പറയാ, നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് മാത്രം വ്ലോഗ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ യഥാർത്ഥ രൂപം നിങ്ങൾ കാണണ്ടേ. എനിക്ക് ഞാനായിട്ട് വരാനാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ തന്നെ വരുത്ത്. ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസറും സെറും അങ്ങനത്തെ യൂസ് ചെയ്യുള്ളൂ. നിങ്ങൾ കാണുന്നില്ല ഗൈസ്, ഞാൻ അമ്മയെ നോക്കുന്നു. അന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? ചുടലും ഉരുട്ടലും പരത്തലും എല്ലാം നമ്മൾ തന്നെ. മൾട്ടിപ്പിൾ ചാലഞ്ച് ഗേൾ. നൈറ്റ് വ്ലോഗ് എടുക്കാം, എന്തെങ്കിലും വണ്ടി പറഞ്ഞിരിക്കാൻ നല്ല രസമല്ലേ. ചപ്പാത്തി വ്ലോഗ് ആയിപ്പോയോ എന്നൊരു ഡൗട്ട്. ഇല്ല, കഴിഞ്ഞു. ഇത് ഞാൻ ആക്കിയിട്ടേ നിങ്ങളോട് സംസാരിക്കട്ടോ. ഞാൻ ഇതാക്കിയിട്ട് വേഗം വരാം. കണ്ടോ, ഇതാണ് എൻ്റെ യഥാർത്ഥ കളർ. കണ്ടോ നിങ്ങൾ, പിമ്പിൾസ് മാർക്സ് ഒക്കെ ഉണ്ട്. റീൽസ് വരുമ്പോൾ ഒരു സിന്ദൂരം ഒരു ഷോട്ടൊക്കെ വെക്കുമ്പോഴാണ് മീര ജസ്മിൻ ഒക്കെ പോലെ ആകുന്നത്. മീര ജസ്മിൻ അതിപ്പോൾ ഓട് എന്നിപ്പോൾ കഴിഞ്ഞിടയിൽ. എന്നാൽ ഞാൻ ചപ്പാത്തി ചുട്ടിട്ട് കറി സ്പെഷ്യലൊക്കെ കാണിച്ചു തരാം കേട്ടോ. ചപ്പാത്തി ചുട്ടിച്ച് വേഗം വരാം. നമ്മൾ അവസാനത്തെ ചപ്പാത്തി ഇവിടെ ആയിട്ടുണ്ട്. അങ്ങനെ ചപ്പാത്തി ചുട്ട് കഴിയുമ്പോഴത്തേക്ക് തണുപ്പ് പിടിച്ച് ഗൈസ്, അറിയില്ല, വെറുതെ അഭിനയം. ഇനി നമ്മൾ കുളിക്കാൻ പോവുകയാണ്. അപ്പം കുളിച്ചിട്ട് കാണാം. കുളിച്ച് ഞാൻ ചുന്ദരി മണിയായിട്ട് വരട്ടെ. അതെങ്ങനെ അമ്മേനെ നോക്കണേ? സാവി, ഞാൻ സാവി കരയുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ സാവിന്റെ ഒച്ച കേൾക്കും കേട്ടാ. അപ്പൊ ഞാൻ വേഗം കുളിച്ചിട്ട് വരട്ടെ. ഒന്നും കേൾക്കുന്നില്ല. ഞാൻ അപ്പത്തേക്ക് വേഗം കുളിച്ചിട്ട് വരട്ടെ. സാവി കരയാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു അമ്മേന്റെ കൈമിൽ നിൽക്കും. നോ, നിൽക്കുന്നില്ല. അപ്പൊ നമുക്ക് കുളിച്ചിട്ട് കാണാം. അപ്പൊ നമ്മൾ കുളിച്ചു വന്ന് ഗൈസ്. നിങ്ങൾക്ക് കുളിച്ച് ഫീലൊന്നും ഇല്ല അല്ലേ? ഞാൻ തല കുളിച്ചിട്ടില്ല. തല എപ്പോൾ കുളിക്കുന്നത് നന്നൊന്നും അല്ല കേട്ടോ. ഈ ബിഗ് ബോസ് ജസ്മിൻ ജാഫർ പറഞ്ഞില്ലേ, ഒന്നരാടം വിട്ടിട്ട് കുളിക്കുന്നത്. സത്യത്തിൽ ആ പെണ്ണി നിങ്ങൾ തെറ്റിദ്ധരിച്ചതാകും. ഒന്നരാടം വിടുമെന്ന് പറഞ്ഞാൽ തല ഒന്നരാടം വിട്ടിട്ട് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സ്കാൽപ്പ് അങ്ങനെ എന്തെങ്കിലും ആണ്. അങ്ങനെയാണ്. ഇനി വിവരിക്കൊന്നുമില്ല, വെറുതെ എന്തിനാ ബോറടിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ആ സ്പെഷ്യൽ കറി കാണണ്ടേ, ചപ്പാത്തി കൂട്ടി തിന്നണ്ടേ. വാ, കം ഓൺ. കുളിച്ച് വന്നിട്ട് ആ ഒരു ടോണർ ചെയ്യുമ്പോൾ, അപ്പോൾ കുളിച്ച് വന്നിട്ടൊന്ന് ടോൺ ചെയ്ത ഒരു വേറെ തന്നെ ഫ്രഷ് ലുക്കാണ്. അപ്പോൾ ടോൺ ചെയ്തിട്ടുണ്ട്. ഇനി തിന്നണ്ടേ. കണ്ണിന് താഴെ കറുപ്പൊന്നും പോയില്ല. കൺമഷി ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് ഇട്ട കൺമഷിയാണ്. അപ്പം അങ്ങനെ പോകും. വീട്ടിൽ നിന്നാക്കിയ കൺമഷീൻ്റെ പവർ അങ്ങനെ തന്നെ കാണും. ഞാൻ ഒന്ന് മുടി ചീകി കട്ടിട്ട് എന്തോ പൊളിയുണ്ടപ്പം. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അമ്മയാക്കിയ കറിയാണ്, അതുകൊണ്ട് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റ് നോക്കുന്ന ആൾ ഞാനാണ്. ഉറ്റിയില്ലേ, കുളിച്ച് വന്ന മേക്ക് ഉറ്റി. സമാധാനമായില്ലേ ഗൈസ്? നിങ്ങൾക്ക് സമാധാനമായില്ലേ? സ്പെഷ്യൽ കറി നമുക്ക് കാണാൻ സമയമായി ഗൈസ്. നിങ്ങൾ എന്തെങ്കിലും വലുത് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? സംഭവം ഏട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടക്കറി. അതാണിത് കേട്ടോ, അത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി അടിക്കാൻ പോകണം. ഞാൻ ഒന്നുകൂടി ടേസ്റ്റ് നോക്കാം. സൂപ്പർ, എനിക്കിഷ്ടപ്പെട്ട കറി ഏട്ടക്കറി. അപ്പം ഇനി ഷാപ്പാട്.
ചപ്പാത്തി തിന്നാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്ക് കുഞ്ഞാവ കരഞ്ഞു. ഞാനിവിടെ ഉറക്കാൻ വന്നിട്ടുള്ള ഞാൻ കാണിച്ചത് ഒരു കളി കാണിച്ചു. ചവിട്ട് നോക്കുകള് ചിരിക്കാനോ നമുക്ക് നിങ്ങളെ കണ്ടോണ്ടാവും. ചവിട്ടിക്കൂട്ടും കാണിച്ചത് കാര്യം ഉണ്ടോ? രക്ഷയില്ലാതെ ചവിട്ടി കൂട്ടിയത്. നോയിക്കോ ഒരു മിനിറ്റ് നോയിക്കോ. ഇതാ 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 നോയിക്കോ. ഇതാ 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 അതാ എയിം എടുക്കുന്നുണ്ടാ. ചുണ്ടോണ്ട് എയിം എടുക്കുന്നവേ. അമ്മേ ഈശ്വരാ. ഇത് എയിം എടുക്കുന്നുണ്ടാ. സാവിയുടെ ചവിട്ട് ഇവിടെ അവസാനിക്കുന്നില്ല ഗൈസ്. കണ്ടിന്യൂസ്ലി ഉറക്കം വന്ന അന്യ ചവിട്ടി കൂട്ടുന്നു. ഉണ്ടൂലിന്ന് നോക്കൊന്നും വേണ്ട. ചിരിച്ചത് നോക്കണ്ട. എന്റെ നെഞ്ഞും കൂടെ ഇടുന്നതിന്റെ തകരുന്നു. ഇവനെങ്ങനെയും കുറച്ചിട്ട് പോയിട്ട് ചപ്പാത്തി തിന്നിട്ട് എൻ്റെ ആ ഫേവറേറ്റ് കറിയെല്ലാം കൂട്ടിട്ട് തിന്നാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കാ കരഞ്ഞത്. ചവിട്ടല്ലടാ അമ്മേനാ മൂനി. പിടിച്ചു വലിക്കല്ല. ശരിക്കും ഉറങ്ങുമൊന്നുമില്ല ഗൈസ്. ഞാനിങ്ങനെ ഇവിടെ പോസ്റ്റായെടുത്തേക്കാം. ചവിട്ടലിനൊരു കുറവുമില്ല. ഇങ്ങനെ തന്നെ കുറേ ചവിട്ടിയിട്ട് ഒരു ഉറങ്ങുക. സ്വന്തം അമ്മേനെ തന്നെ ചവിട്ടുന്ന കണ്ട ഗൈസ് നിങ്ങൾ എന്തൊക്കെ കാണാനുണ്ടാവുക ഗൈസ്. ഞാനിപ്പോൾ ഉറങ്ങും. ഇവൻ ഇനിയും ഉറങ്ങിയിട്ടില്ല. 1.5 മണിക്കൂറായിട്ടായി ഞാനിങ്ങനെ ഈ ചവിട്ട് കൊള്ളുന്നു. കണ്ട ഗൈസ് കണ്ട പറയുമ്പോനധികം. അയ്യോ അമ്മേ എല്ലാം അടിച്ച് പൊട്ടിക്കുന്നു. ഗൈസ് അപ്പം നമ്മൾ തിന്നാൻ പോവുകയാണ്. ഒരുപാട് വിശന്നിട്ടാണ് തിന്നുന്നത് ഗൈസ്. വീട്ടിൽ അച്ഛനും സാവിയോ ഫോൺ നോക്കും. സൂപ്പർ. ഭയങ്കര എരിവാന്ന് ഗൈസ് കറി. ഏകദേശം കാര്യമാക്കിയിട്ടുണ്ട്. എന്നാലും കുറച്ച് ബാക്കി വെച്ചത് നാളത്തേക്ക്. നാളെ ദോശേൻ്റെ അപ്പുറം പിറ്റേ ദിവസത്തെ മീൻകറി നല്ല ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് കുറച്ച് വേണ്ട. ബാക്കി അത്രയേ ഉള്ളൂ. കഴിഞ്ഞു. ഒരു ചെറിയ ചാറുണ്ടാവും നാളത്തേക്ക് ഗൈസ്. രാത്രി എന്തെങ്കിലും തിന്നു കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് തിന്ന ഒരു പതിവ് എനിക്കുണ്ടാവും. സോ പപ്പായ ഉണ്ടായി ഒന്നുമില്ല. അടുത്ത് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ്
ഞാൻ മെല്ലെ എൻ്റെ ബെഡിലേക്ക് വന്ന ഗൈസ്. ഇനി ഉറങ്ങണം, സാവിന് ഉറക്കണം, അല്ലാണ്ട് ഉറങ്ങാൻ ഒരിക്കലും കഴിയില്ല. ഓനെ എപ്പോൾ ഉറങ്ങുന്നതെന്നറിയില്ല. ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നതില്ല അമ്മ ഓന മെല്ലെ 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 സോപ്പിടുന്നതാണ്. കാരണം എന്നെ കാണാറ്റോ കരയുന്നുണ്ട്. ഇനി അടുത്ത ചവിട്ട് കൊള്ളാൻ സമയമായി. അപ്പോൾ ഞാൻ ചവിട്ടൊക്കെ കൊള്ളട്ട് ഉറങ്ങണം. ഉറങ്ങാൻ 12 മണിയാവും. അപ്പോൾ ഇതാണ് എൻ്റെ നൈറ്റ് ഡ്യൂട്ടി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഇനി സാവിനെ ഉറക്കണം. കഴിഞ്ഞു ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഓശേ അതാ അതാ എൻ്റെ കുപ്പി കൊണ്ടുപോയി. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഇത് സാവിക്ക് കളിക്കാൻ വേണ്ടി ഫുട്ബോൾ. എൻ്റെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞു. ഇതാണ് എൻ്റെ നൈറ്റ് ഡ്യൂട്ടി. അതാ ബ്രൈറ്റ്നസ് പറഞ്ഞു കേട്ടോ. ഇതാണ് എൻ്റെ നൈറ്റ് ഡ്യൂട്ടി ഗൈസ്. എങ്ങനെയുണ്ട്? നിങ്ങളെങ്ങനെ രാത്രി ഇങ്ങനെ തന്നെയാണ്? ഉച്ചക്കത്തെ ചോറ് തിന്നവരുണ്ടാവും, രാത്രി ഫ്രഷ് ചോറ് തിന്നവരുണ്ടാവും. നമ്മൾ ഫ്രഷ് ചപ്പാത്തി കുറച്ച് കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. വയറ് കുറയും നട്ടാന്ന് ചപ്പാത്തിയെല്ലാം തിന്നുന്നത്. പക്ഷേ വയറൊന്നും കുറഞ്ഞിട്ടില്ല. എൻ്റെ വെയിറ്റ് കുറഞ്ഞിന്, വയറങ്ങനെ തന്നെയുണ്ട്. നോക്കാം. ഇപ്പം ഒരിക്കൽ കുറയായിരിക്കും അല്ലേ? ഡെലിവറീൻ്റെ വയറ് കുറച്ച് പണിയാണ് പോകാൻ. എക്സസൈസ് തന്നെ ചെയ്യണം. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി ചപ്പാത്തി തിന്ന്. അവിടെ കുറയുന്നൊന്നുമില്ല, അങ്ങനെ തന്നെയുണ്ട്. ആ വയറ് കുറച്ചുണ്ടാവും എല്ലാവരും പറയുന്നത്. പുക പോകും. എനിക്കൊന്നുമില്ല, പോകുന്നു. എന്തായാലും കുറച്ചുണ്ടാവും. എക്സസൈസ് ചെയ്യാണ്ടൊന്നും പോകില്ല. അപ്പം എൻ്റെ ഡ്യൂട്ടീസ് എങ്ങനെയൊക്കെ ഉണ്ട്? ഇതാണ് എൻ്റെ ഡ്യൂട്ടി. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. രാത്രി ഇതേപോലെ ചപ്പാത്തി ചൂടും, അല്ലെങ്കിൽ ചിലർക്ക് കഞ്ഞിയായിരിക്കും. മടിയാണെങ്കിൽ കഞ്ഞി. അമ്മ അടുക്കളയാണെങ്കിൽ കഞ്ഞി തന്നെ. ഞാൻ അടുക്കളയിലാണെങ്കിൽ ചപ്പാത്തി. കാരണം ഞാൻ ചപ്പാത്തിയാണ് കഴിക്കുക. അതുകൊണ്ട് അല്ലെങ്കിൽ രാത്രി പണ്ടെല്ലാം ഈ പ്രഗ്നൻസി ടൈമെല്ലാം കുറുക്കെല്ലാം കടിച്ച് കുടിക്കണം. അതായത് റാഗി അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കും. ഇപ്പോഴാണ് ചപ്പാത്തി സ്ഥിരമാക്കിയത്. പിന്നെ ചപ്പാത്തിക്ക് സ്പെഷ്യലായിട്ട് കറിയൊന്നും ആക്കൂല. രാത്രി ആക്കുന്ന അല്ലെങ്കിൽ ഉച്ചക്കത്തെ മീൻകറി അല്ലെങ്കിൽ രാത്രി ആക്കുന്ന മീൻകറി ഇങ്ങനത്തെയാണ് കൂട്ടൽ. അതാണ് ഇഷ്ടം. ഈ ഒരു സ്റ്റൈൽ പഠിച്ചത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ്. ഹസ്ബൻഡ് രാത്രി ചോറ് തന്നില്ല, രാത്രി ചപ്പാത്തി. അമ്മ എപ്പോൾ ചപ്പാത്തി. സോ എപ്പോൾ ഞാൻ പറയും എനിക്ക് 3 ചപ്പാത്തി വേണമെന്ന് പറയും. അങ്ങനെ അത് ശീലമായി ഇവിടുത്തെ വരെ എത്തി. പ്രഗ്നൻസി ടൈമും ഒക്കെ ചപ്പാത്തി ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പം ചപ്പാത്തികളായി. അപ്പോൾ ഒരു ചപ്പാത്തി കഥ ഇന്ന് കഴിഞ്ഞു. എൻ്റെ ഡ്യൂട്ടി ഇന്ന് കഴിഞ്ഞു. ഞാൻ ഉറങ്ങാൻ പോയേന്ന്. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്ര സമയം കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ബൈ.